നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഘവൻ, കഴിഞ്ഞ 2-3 ദിവസം ഇത്തിരി തിരക്കായി പോയി. ഞാന് ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച, ഞായറാഴ്ച നമുക്ക് ലൂസ് ടോക്കില്ല, ശനിയും തിങ്കളും മിസ്സായി. അതിന്റെ പ്രധാന കാരണം, ഞാനൊരു യാത്രയിലായിരുന്നു. ശനിയാഴ്ച വാറിംഗ്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് UK-യിലെ, ഈ മാഞ്ചസ്റ്റർ ലിവർപൂളിന് ഇടയിലുള്ള ഒരു ചെറിയ സ്ഥലമാണ് വാറിംഗ്ടൺ. ആ വാറിംഗ്ടണിലെ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷത്തിന്റെ മുഖ്യാതിഥിയായി ക്ഷണിച്ചിട്ട് പോയിരുന്നു ഞാൻ അവിടെ. അപ്പം ഈ ഒരു കാര്യം ഇവിടെ എടുത്ത് ആദ്യം തന്നെ പറയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ ഓണാഘോഷങ്ങൾ നടക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. പ്രവാസികളാണ് ഭംഗിയായി ആഘോഷിക്കുന്നത്. അവർ ഭംഗിയായി ആഘോഷിക്കും, വലിയ തോതിൽ ആഘോഷിക്കും. എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ബ്രിട്ടനിലൊക്കെ ഒരു കുറഞ്ഞത് ഒരു 150-200 ഓണാഘോഷം ഉണ്ടാവും, കുറഞ്ഞത്. അപ്പൊ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നുമല്ല. ഞാൻ വാറിംഗ്ടൺ ചെന്നു. ഈ വാറിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞാൽ വലിയൊരു മേജർ സിറ്റി അല്ല, ചെറിയ ടൗൺ ആണ്. ആ പരിസര പ്രദേശത്ത് ഞാനൊരു 20 കൊല്ലം മുമ്പ് എൻ്റെ ഒരു കസിൻ, കരുവഞ്ചാലുകാരി, ഇടുക്കി കരുവഞ്ചാലുകാരി ഒരു ആൻസി, എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ട്. ആൻസിയുടെ ഹസ്ബൻഡ് ഫിലിപ്പ് ഇവിടെ പള്ളിക്കത്തോട് ആനിക്കാട് കാണും. അപ്പൊ ഇവരവിടെ ജോലിക്ക് വന്ന സമയത്ത് ഞാൻ ഈ വാറിംഗ്ടണിൽ പോയിട്ടുണ്ട്. അന്ന് അവിടെ 4-5 ഫാമിലി മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. അവിടെ ഈ ഓണാഘോഷത്തിന് ഞാൻ ചെന്നപ്പോ അവരുടെ ഹാളിൽ 100 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. 4 ട്രിപ്പ് ഇട്ടിട്ടാണ് ഓണാഘോഷം ചടങ്ങ് നിർന്നത്. മാത്രമല്ല, അവർ മെമ്പർഷിപ്പ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം വാറിംഗ്ടൺ മലയാളി അസോസിയേഷനിലേക്ക് കൂടുതൽ പേര് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അത്ര മാത്രമാണ് അവിടുത്തെ മലയാളികളുടെ എണ്ണം. മനസ്സിലായി? അപ്പം UK ഈ വർക്കല ഭാഗത്തൊക്കെ ഉള്ള ആളുകൾക്ക് തെരുവേനുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? വർക്കല ഭാഗത്തുനിന്ന് വരുന്നവര് വലിയ മേഖലയിൽ തന്നെ അവർ താമസിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. രാജ്ഭവൻ, ഇതൊക്കെ നിങ്ങൾ ഒരു 20-25 കൊല്ലം മുമ്പ് പിറയിലാണ്. അതായത് ഈ വർക്കല ഭാഗത്തുള്ള മലയാളികളായിരുന്നു UK-യിലെ ആദ്യത്തെ മലയാളികൾ. അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ അവരുടെ കുറെ അതങ്ങനെ അത്രമാത്രമൊന്നും ഇല്ലായിരുന്നു. അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലണ്ടൻ കേന്ദ്രീകരിച്ചാണ് അവർ പ്രധാനമായും പ്രവർത്തിച്ചത്. ലണ്ടനിലെ ഈസ്റ്റ് ഹാമ്, വെസ്റ്റ് ഹാമ് ആ ഭാഗത്തായിരുന്നു. ഉണ്ട് ക്രോയിഡോൺ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ലണ്ടനും പരിസര പ്രദേശത്തുമായിരുന്നു. പക്ഷെ 98-ൽ നമ്മുടെ ടോണി ബ്ലെയറിന്റെ ലേബർ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുടിയേറ്റ നിയമങ്ങൾ ഉദാരമാക്കിയതോടെ IT മേഖലയിലും NHS-ലും നേഴ്സുമാരും ഇവിടേക്ക് കുതിച്ചു വന്നു. അങ്ങനെ ഒരു 2004, 2008 വരെ, 98 മുതൽ 2008 വരെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുടിയേറ്റം സംഭവിച്ചത്. ആ കാലയളവിൽ വന്നവരായി ആദ്യകാലത്ത് വന്ന വർക്കലക്കാരായ ലണ്ടൻ മലയാളികളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് UK-യിലെ മലയാളികളായി മാറിയത്. എന്നാൽ ഇപ്പോൾ ഈ 2015 മുതൽ അല്ല ഒരു 16 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ, ഒരുപക്ഷെ 2018 മുതൽ 23 വരെയുള്ള 5 വർഷ കാലയളവിൽ ഈ 2 ജനറേഷനെയും മറികടന്നുകൊണ്ട് ആയിരക്കണക്കിന് മലയാളികൾ എത്തി. ഇപ്പോൾ UK-യിലുള്ള മലയാളികളുടെ ആകെ എണ്ണം എത്രയാണെന്ന് ആർക്കും അറിയില്ല. ആകെ എണ്ണം എടുത്താൽ 3-2 പേരും ഈ കഴിഞ്ഞ 6-7 വർഷത്തിനിടയിൽ വന്നവരാണ്. അവര് പക്ഷെ ഞാൻ ഈ പറഞ്ഞ ലണ്ടൻ കേന്ദ്രീകരിച്ചല്ല, UK-യിലെ സകല ഇടങ്ങളിലും അവരെത്തി എന്നുള്ളതാണ്. അപ്പൊ അവരാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ UK-യിലെ മലയാളികൾ. അപ്പം ഇവർക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്ന തെളിവാണ്. വാറിംഗ്ടണിൽ ഞാൻ ചെന്നപ്പോ അവര് പറയുന്ന അവരുടെ അസോസിയേഷൻ അംഗത്വം പരിമിതപ്പെടുത്തി. ഇതെല്ലായിടത്തെ സ്ഥിതിയാണ്. അപ്പം ലിവർപൂൾ പോലെ, മാഞ്ചസ്റ്റർ പോലെ, ബർമിംഗ്ഹാം പോലെ, ബ്രിസ്റ്റോൾ പോലെയുള്ള വലിയ നഗരങ്ങളിൽ, ഇപ്പം ഞാൻ ലെസ്റ്ററിന്റെ കാര്യം പറഞ്ഞു. ലെസ്റ്റർ പോലെ മലയാളി 2000-3000 ഫാമിലി ഒരു പക്ഷെ കാണും. അത്ര വലിയ കമ്മ്യൂണിറ്റിയായി മാറി. പക്ഷേ നമുക്കില്ലാത്തൊരു കുഴപ്പം, ഇവർ ഒരുമിച്ച് നിന്ന് ഒരു ലോബിയിങ് നടത്തി പൊളിറ്റിക്കൽ പവറിലേക്ക് വരാൻ കഴിയുന്നില്ല അവർക്ക്. ഇപ്പൊ സോജൻ എന്ന് പറയുന്ന ഒരാള് MBA. ഈ സോജൻ എന്ന് പറഞ്ഞാൽ MBA ആയത് മലയാളികളുടെ പിന്തുണ കൊണ്ടല്ല. അയാൾ ഒരു ഇംഗ്ലീഷുകാരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചായതാണ്. വാസ്തവത്തിൽ ഇപ്പം പഞ്ചാബിൽ, നമ്മുടെ കാനഡയിൽ പഞ്ചാബികള് ഒരു പവർ ഗ്രൂപ്പാണ്. ആ പവർ ഗ്രൂപ്പ് ആവാനുള്ള എല്ലാ യോഗ്യത മലയാളികൾക്കുണ്ട്. പക്ഷെ അതിനുള്ള ഒരു ശ്രമമൊന്നും നടക്കുന്നില്ല എന്ന് വാസ്തവം. എന്തുവേ, നമ്മുടെ ചർച്ച അതല്ല. ഞാൻ പറയുമായിരുന്നു, അതിനുശേഷം ഞാൻ വാറിംഗ്ടണിൽ നിന്ന് നേരെ നോട്ടിംഗ്ഹാമിന് പോയി. നോട്ടിംഗ്ഹാമിലായിരുന്നു എൻ്റെ സ്കൈ ഡൈവിങ്. നോട്ടിംഗ്ഹാമിൽ രാവിലെ ആയിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി വീഡിയോ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. അവിടെ വലിയ തോതിൽ മഴ പെയ്തൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ മഴ മാറി. ഞാൻ ആകാശത്തും ചാടി. ഞങ്ങൾ 28 പേരിൽ 27 പേരും ചാടി. ഒരാൾക്ക് പരിക്കേറ്റതുകൊണ്ട് ചാടിയില്ല. ആ 27 പേരും കൂടി, ഞാൻ UK-യിൽ നിന്ന് തന്നെ
12 ലക്ഷം രൂപ ശേഖരിച്ചു. നാട്ടിൽ 10 ലക്ഷം, 22 ലക്ഷം രൂപ ഒരാഴ്ച കൊണ്ട്. ഞാനൊരു 3-4 ദിവസമുള്ള ക്യാമ്പയിൻ തുടങ്ങിയിട്ട് എന്റെ പേരിൽ തന്നെ 22 ലക്ഷം രൂപ ഇതുവരെ ശേഖരിക്കപ്പെട്ടു. എല്ലാവരും കൂടി ഒരു 65-70 ലക്ഷം രൂപ ഇതുവരെ ശേഖരിച്ചു. അത് 1 കോടി ടാർഗറ്റ് ആക്കുകയാണ്. അങ്ങനെ ഞങ്ങള് വയനാട്ടിലെ ദുരിതബാധിതരായ കുട്ടികൾക്ക് കൊടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതങ്ങനെ മുമ്പോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവിടെ കായൽ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്. ഈ പല ലെസ്റ്ററിലും നോട്ടിംഗാമിലും പലയിടങ്ങളിലും റെസ്റ്റോറന്റ്, നല്ല ഇന്ത്യൻ ഫുഡ്. കേരളത്തിന്റെ ഒരു അംബാസഡർ. അപ്പം ജയ്മോൻ എന്ന് പറയും, ജയ്മോൻ മഞ്ജിത്താണ്. അപ്പൊ ജയ്മോൻ ആളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അങ്ങനെ അന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് എത്തിയത് കൊണ്ടാണ് ഇന്നലെ വൈകിപ്പോയത്. അതുകൊണ്ടാണ് ഇന്ന് വന്നത്. അപ്പൊ ഈ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. എന്താണ് അവിടുത്തെ വിശേഷം? എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ കുറെ കാലമായി അവിടെ കുറെ ദുരന്തങ്ങളും അതുപോലെ എന്താ പറയുന്ന ഇക്കിളിക്കഥകളൊക്കെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവിടുത്തെ കേരളത്തിലെ? ഇവിടെ നമ്മളെ കഴിഞ്ഞ ദിവസങ്ങൾ ഒരുപക്ഷെ ഇന്ന് രാവിലെ ഒരു 11 മണി വരെ ഈ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ച ഈ ഇക്കിളിക്കഥകളും പ്രശ്നങ്ങളും അൻവറിൻ്റെ ആരോപണങ്ങളും ADGP RSS നേതാക്കളെ കണ്ടതുമൊക്കെ തന്നെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. അത് RSS നേതൃത്വത്തിന് പോലും ഇപ്പോൾ ഇക്കാര്യത്തിൽ അവർക്ക് ഒരു പ്രതിഷേധമുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ആരാണ് ഈ വാർത്ത ചോർത്തി നൽകിയത് എന്നുള്ള ചില സംശയങ്ങൾ അവിടെ വരുന്നുണ്ട്. കാരണം RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായി ഇത്തരത്തിലുള്ള ഒരു ഡീലിലൊക്കെ നടക്കുന്ന ആളുകൾ ചർച്ച നടത്തി എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഒരു മാനക്കേടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ചെന്ന് എത്തി എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഇവിടെ കേരളത്തിലെ കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. അദ്ദേഹം ഇനിയും മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടില്ല. CPM നേതാക്കളാകട്ടെ കൃത്യമായ ഒന്നിനും ആരും ഒരു മറുപടിയും ഇപ്പോൾ പറയുന്നില്ല. ഗൗതം മാഷും മറ്റു കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഈ വിഷയത്തിലേക്ക് പലപ്പോഴും അഭിപ്രായം മാറി വരുന്നതല്ലാതെ കൃത്യമായി ADGP ബന്ധപ്പെട്ട ഈ ഒരു വിവാദത്തെക്കുറിച്ച് അവരുടെ ഒരു പ്രതികരണം ഇനിയും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവിടെ എനിക്ക് ഇവിടെയും വിയോജിപ്പുണ്ട്. RSS നേതാക്കൾക്ക് അതൃപ്തി എന്നൊക്കെ നമ്മുടെ മാപ്രകൾ എന്ന് വിളിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ സൃഷ്ടിയാവാം. കാരണം 2 കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം ഒന്ന്, RSSന് എത്ര നേതാക്കളെ രാജ്മോഹൻ അറിയാം? നമ്മളിപ്പോ ഈ വിവാദമാകുമ്പോൾ നമുക്ക് മോഹൻ ഭഗവതിനെ അറിയാം, അല്ലെങ്കിൽ ദത്താത്രേയ ഹൊസബളെ അറിയാം, റാം മാധവനെ അറിയാം. അങ്ങനെ ദേശീയ തലത്തിൽ 5 നേതാക്കളെ അറിയാം. കേരളത്തിൽ തന്നെ RSSന്റെ നേതാക്കളെ പൊതുജനങ്ങൾക്ക് അറിയാവുന്നവർ വളരെ കുറവാണ്. അതെ. അപ്പം RSS അങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ ഇടപെടുകയോ പൊതുജനങ്ങളിൽ പബ്ലിസിറ്റി ഉണ്ടാക്കിയോ മറുപടി കൊടുക്കുകയോ വിവാദങ്ങളിൽ പ്രതികരിക്കുകയോ ചെയ്യുന്ന പ്രസ്ഥാനമല്ല. അതുകൊണ്ട് തന്നെ RSS നേതാക്കൾക്ക് അതൃപ്തി എന്ന് പറയുന്നത് പോലും ഒരു മാപ്ര സൃഷ്ടിയാകുമെന്നാണ് ഞാൻ ഇല്ലേ സാധ്യത. കാരണം ഇവിടെ ഒരു കാര്യം, ADGP ഇന്റലിജൻസ്, ഇവിടെ ADGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ RSS നേതാക്കളെ രഹസ്യമായി കണ്ടു എന്ന് പറയുന്നതിൽ ഒരു ഭംഗികേടുണ്ട്. ഇപ്പൊ കാറിൽ കയറി പകൽ തന്നെ തൃശ്ശൂരിൽ ഹോട്ടലിൽ പോയി കണ്ടതെന്ന് പറയുന്നല്ലേ, തിരുവനന്തപുരത്ത് പോയി കണ്ടതും ഹോട്ടലിൽ പോയി കണ്ടതെന്ന് പറയുന്നു. അപ്പം ഇത് രഹസ്യമാണെന്ന് എങ്ങനെയാണ്? രഹസ്യമായി കാണണമെങ്കിൽ ആരും അറിയാതെ അർദ്ധരാത്രിയിൽ അതീവ രഹസ്യമായി വീട്ടിൽ പോയി കാണണം. പകൽ പോയി കണ്ടാൽ പോലീസുകാർ കാണാം. കാരണം RSSന്റെ നേതാക്കളെ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ട് നമുക്ക് സർക്കാർ, പ്രത്യേകിച്ച് മനോജ് ഇബ്രാഹിം ADGP. അപ്പൊ പോലീസിന് കൃത്യമായി RSS നേതാക്കൾ എവിടെ താമസിക്കണമെന്ന് അറിയാം. അവിടെ പോയി ADGP പോയി കണ്ടാൽ അത് അറിയാതിരിക്കാൻ മാത്രം പടുവിഡ്ഢിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അറിയാതിരിക്കാൻ മാത്രം, അത് രഹസ്യമാക്കി വെക്കണമെന്ന് ശഠിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരാണ് RSSകാരൻ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ വെറുതെ മാധ്യമ സൃഷ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് RSS നേതാക്കളെ പോയി അജിത് കുമാർ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ട് തന്നെയാകാം. അല്ലാതെ പിണറായി അറിയാതെ, CPM അറിയാതെ, പോലീസ് അറിയാതെ അതീവ രഹസ്യമായി പോയി RSSന്റെ നേതാക്കളെ അവരുടെ സ്ഥലത്ത് പോയി കാണാനുള്ള ധൈര്യമൊന്നും കേരള പോലീസിന് ഒരു ഉദ്യോഗസ്ഥനും ഇല്ല. ഇതൊക്കെ ഒരു എന്താ പറയുക, മാപ്രകട സൃഷ്ടിയാണ്. എനിക്ക് തോന്നുന്നത് അതല്ല രാജ്മോഹൻ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 2 മാസമായി, 1.5 മാസമായി നമ്മൾ കാണുന്നത് കേരളത്തിലെ ചാനലുകൾ അവരുടെ ബാർക്ക് റേറ്റിംഗിന് വേണ്ടി ചില അജണ്ടകൾ സെറ്റ് ചെയ്ത് അവർ ബോധപൂർവം ജനങ്ങളെ ഹൈജാക്ക് ചെയ്ത്, ജനങ്ങളുടെ ഈ അറിയാനുള്ള ആഗ്രഹത്തെ, ജിജ്ഞാസയെ ഹൈജാക്ക് ചെയ്ത് ഇവരെ കൊണ്ട് കുഴിയിലേക്ക് ചാടിക്കുകയാണ്. അപ്പൊ നമ്മളത് തുടക്കമിട്ടത് ഈ പയ്യനെ കാണാതെ പോയത്, ആ പയ്യന്റെ പേര് അർജുൻ അല്ലെ? അർജുൻ ആ പയ്യനെ കാണാതെ പോയിടത്താണ് തുടക്കമിട്ടത്. ആ പയ്യനെ ഇവിടെ ആരും അന്വേഷിക്കുന്നില്ല. ഇപ്പൊ അവർ 2 ഹൈപ്പാക്കി നിർത്തി, സെൻസേഷണലൈസ് ചെയ്ത് അല്ലെ?
അതെ അതെ അതെ, അങ്ങനെയല്ലേ? ഷിരൂരിലെ അർജുൻ. അതാ പറഞ്ഞത്. അപ്പൊ അവരങ്ങനെ സെൻസേഷനലൈസ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തി. അതിനുശേഷം ഇവർ കൊണ്ടുവന്ന് നേരെ അവർ വയനാട്ടിൽ സ്വാഭാവിക മഹാദുരന്തമായിരുന്നു. എല്ലാവരും അതിലേക്ക് പോകണം. അത് സ്വാഭാവികമായി സംഭവിച്ചു. അതിനെ നമുക്ക് ഒരു അതിവൈകാരികത അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ദുരന്ത മുതലെടുപ്പ് എന്ന് പറയാൻ കഴിഞ്ഞു. പക്ഷെ അത് അതിവൈകാരികമാക്കി എല്ലാവരും മത്സരിച്ചു. പക്ഷെ റിപ്പോർട്ടറും 24 തന്നെ അവിടെയും മുമ്പിലെത്തി. അപ്പോഴേക്കും മാർക്ക് റേറ്റിംഗിൽ മാറ്റം വന്നു. തൊട്ട് പിന്നാലെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അവർ ആവേശം കൂട്ടും. അതിനിടയിൽ റിപ്പോർട്ടറെ വഴിതെറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെ അവരുടേതാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന അൻവറെ ഇറക്കുന്നത്. പക്ഷേ അവിടെ റിപ്പോർട്ടർക്ക് തിരിച്ചടി കിട്ടി. റിപ്പോർട്ടറിന്റെ അജണ്ട സാധിച്ചില്ല. അൻവറിനെ വലിയ തോതിൽ സ്വീകാര്യത മലബാർ മേഖലയിൽ ഉണ്ടായി എന്ന സത്യമാണ്. അൻവർ ഒരു നേതാവായി ഹീറോ ആയി എന്ന സത്യം തന്നെയാണ്. പക്ഷെ അൻവറുടെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ടെന്നും പല നീക്കങ്ങളുണ്ടെന്നും ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അൻവർ പറഞ്ഞതൊക്കെ വെടുവായിത്തമാണെന്നും ഒന്നിനും അടിത്തറയില്ലെന്നും എല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രതിഫലനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ചയായാണ് വാസ്തവത്തിൽ അൻവറിനെതിരെ അൻവർ അജിത് കുമാറിനെതിരെ കൊണ്ടുവന്ന ആരോപണങ്ങളുണ്ട്. ഒന്ന്, മറുനാടൻ 2 കോടി രൂപ കൊടുത്തു, 12,000 സ്ക്വയർ ഫീറ്റിന് വീട് പണിയുന്നു, സ്വർണ്ണക്കടത്തിന്റെ മാഫിയ തലവനായി സ്വർണ്ണക്കടത്ത് നടത്തുന്നു, മാമി എന്ന് പറയുന്ന കോഴിക്കോടെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ അജിത് കുമാർ തട്ടിക്കൊണ്ടുപോയി കൊന്നു കളിച്ച്, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും ഈ ആരോപണമൊക്കെ ഉണ്ടയില്ല പിടിയാണെന്നും ഇതൊന്നും തെളിയിക്കപ്പെടില്ലെന്നും ബോധ്യമായപ്പോൾ കൃത്യമായി ഈ അൻവർ പ്രതിപക്ഷ നേതാവ് വഴി ഈ RSS ബന്ധം പുറത്തുവിട്ടതാണെന്ന് ഞാൻ കരുതുന്നത്. കാരണം മറ്റേതൊന്നും തെളിയിക്കാൻ കഴിയില്ല. പക്ഷെ ഈ RSS നേതാക്കളെ കണ്ടു എന്ന് തെളിയിക്കാൻ കഴിയും. ഈ RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് തീർച്ചയായിട്ടും അൻവറിനറിയാം. അതുകൊണ്ട് അൻവറിന് ഈ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ ആരോപണം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കുക, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യമാണ് ചർച്ച. അതുകൊണ്ട് അൻവറിന് നേട്ടമുണ്ടായി. വാസ്തവത്തിൽ ഇത് ഇമ്പാക്ട് എന്ന് പറയുന്നത് പിണറായിയും CPM കുഴപ്പത്തിൽ. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ ഇപ്പോ ഈ പറയുന്ന അൻവറിനെ തള്ളി പറയുന്ന സാഹചര്യമുണ്ട്. കാരണം വലിയ തോതിൽ CPM മുഖം മൂടി നീക്കപ്പെട്ടു. CPIM ആണ് ഏറ്റവും വലിയ വർഗീയ പാർട്ടി, ഏറ്റവും വലിയ സംഘപരിവാർ ബന്ധമുള്ളവരെ, ഏറ്റവും അടുപ്പം സംഘപരിവാറിന് സൂക്ഷിക്കുന്നവർ വാചകമടി മാത്രമാണ് എന്നത് മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യം. അത് അൻവർ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഈ വിവാദം തുടരുമെന്ന്. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഈ വിവാദത്തിന്റെ ട്വിസ്റ്റ് എന്ന നിലയിൽ ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധിയെ നമ്മൾ കാണേണ്ടത്. ഹേമ കമ്മീഷൻ വിധി, ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അതിനിർണായകമായി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേക്കുറിച്ച് പറയും. എന്താണ് ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ? ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് CS സുധയും നടത്തിയത് അതിശക്തമായ രീതിയിലുള്ള സർക്കാരിന് നേരെയുള്ള വിമർശനം തന്നെയായിരുന്നു. കാരണം ഇത്രയും നാൾ ഈ റിപ്പോർട്ട് 3 വർഷത്തിലധികം 2021 ഫെബ്രുവരിയിൽ DGP കൊടുത്ത ഈ റിപ്പോർട്ട് ഇത്രയും നാൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ചോദിച്ചത്. ഒരു നല്ല സർക്കാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. മാത്രവുമല്ല ഇതിൽ പറയുന്ന പല കാര്യങ്ങളും പോക്സോയും ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താവുന്ന കുറ്റകൃത്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. അത് എന്തുകൊണ്ട് ഇത്രയും നാളും മറച്ചു വെച്ചു എന്നും നമ്മുടെ നാട്ടിൽ സ്ത്രീകളാണ് ഭൂരിപക്ഷം ഉള്ളതെന്നുള്ള കാര്യമൊക്കെ തന്നെ അതിശക്തമായ രീതിയിൽ ഈ സർക്കാരിന് സത്യം പറഞ്ഞാൽ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിന് മാനക്കേടാണ് സത്യം പറഞ്ഞാൽ ഈ കോടതി ഉത്തരവ്. ഞാൻ ഈ കോടതി വിധി പരിശോധിക്കുകയായിരുന്നു. എനിക്കത് വളരെ സന്തോഷം തോന്നി. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് CS സുധയുടെയും വിധി ഞാൻ പരിശോധിക്കുകയായിരുന്നു. എനിക്ക് വളരെ അഭിമാനം തോന്നി. പലപ്പോഴും ഹൈക്കോടതികൾ ഇത്തരം പോപ്പുലർ വിഷയങ്ങളിൽ വിധി പ്രഖ്യാപിക്കുമ്പോൾ പലപ്പോഴെങ്കിലും നമുക്ക് പറയാൻ പാടില്ലെങ്കിൽ പോലും പലപ്പോഴെങ്കിലും കോടതികൾ പോലും ഈ മീഡിയയുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ സമ്മർദ്ദം ബാധിക്കാറുണ്ട്. അവരതുകൊണ്ട് പലപ്പോഴും പോപ്പുലിസ്റ്റ് വിധിയിലേക്ക് പോകാൻ നിർബന്ധിതരാവാറുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് ഗൗനിക്കാത്ത ഹൈക്കോടതി ജഡ്ജിമാരുണ്ട്. അവർക്ക് അതൊന്നും വിഷയമേ അല്ല. അവർ നിയമം മാത്രമാണ് നോക്കുന്നത്. ഇവിടെ നിയമവും ലോജിക്കും ജനങ്ങളുടെ പൾസും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു വലിയ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള 1ാം തരം വിധിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അതിന് 3-4 എലമെന്റുകളുണ്ട്. ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് കോടതിയുടെ പരാമർശങ്ങളും നിർദ്ദേശങ്ങളും. അല്ലെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇരുതല മൂർച്ചയാണ്. ഒരു വശത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കോടതി പറഞ്ഞിരിക്കുന്ന, അപ്പം സർക്കാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? കേസ് എടുക്കാൻ പരാതി കിട്ടിയിട്ടില്ല, പരാതി കിട്ടാതെ കേസെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ
സ്വകാര്യത സംരക്ഷിക്കും. അതുകൊണ്ട് റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തുവിടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതീവ രഹസ്യമാക്കി വെക്കണം. ഇതാണ് സർക്കാർ പറഞ്ഞ രണ്ട് ഭാഗങ്ങൾ. കോടതി ഇത് രണ്ടും പരിഗണിച്ചു. സ്വകാര്യത സംരക്ഷിക്കണം, തൽക്കാലം വേട്ടക്കാരന്റെ സ്വകാര്യത പോലും സംരക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതിന് കോടതിയുടെ ന്യായം പറഞ്ഞു. നമ്മൾ വേട്ടക്കാരനെ എന്തിനാണ് സംരക്ഷിക്കുന്നത് ചോദിച്ചാൽ അത് ഇരയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അറിയപ്പെടുന്ന നടൻ, ഇപ്പൊ ജയസൂര്യ അല്ലെങ്കിൽ സിദ്ദിഖ് അല്ലെങ്കിൽ മണിയമ്പള രാജു, ഞാൻ മറ്റു നടന്മാരിലേക്ക് പോകുന്നില്ല, മറ്റു നടന്മാരുണ്ടാവും, ഇയാൾ പീഡിപ്പിച്ചു എന്ന ഒരു മൊഴിയുണ്ടെന്ന് കരുതുക. അതിന്റെ പേരിൽ ഒരു കേസ് പുതുതായിട്ട് ഇടുമ്പോൾ സ്വാഭാവികമായും സിനിമാ മേഖലയിൽ അത് വാർത്തയാവും, സ്വാഭാവിക വാർത്തയാവും. ഇനി ആൾക്കെതിരെ കേസ് ഇട്ടിരിക്കുന്നത്, കാരണം എഫ്ഐആർ ഇട്ട വാർത്തയാണ്, രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല. സ്വാഭാവികമായും ഏത് ഇരയാണ്, ഏത് നടിയാണ്, അല്ലെങ്കിൽ ഏത് സാങ്കേതിക പ്രവർത്തകയാണ് പരാതിക്കാരി, ആരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് സിനിമാ മേഖലയിലെങ്കിലും പ്രസിദ്ധി നേടും, ഇല്ലേ? അതെ, അവർക്ക് അറിയാമായിരിക്കും. സിനിമാക്കാർക്ക് ഇതെല്ലാം അറിയാമായിരിക്കുമല്ലോ, പരസ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ഇതെല്ലാം അറിയാം. അതെ, അതുകൊണ്ട് അവര് ഈ ഇര സമ്മർദ്ദത്തിലാണ്. ഇരയുടെ മേൽ സിനിമാ മേഖലയിലുള്ളവരെ, സുഹൃത്തുക്കളെ, നടിമാരെ, അവരെല്ലാം സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം കണക്കിലാക്കുന്നത്. അതുകൊണ്ട് കോടതിയുടെ വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിധിയെ കോടതി പറയുന്നത് അതുകൊണ്ട് അവഗണിക്കേണ്ടതല്ല. 1 മാസത്തെ ടൈം ഫ്രെയിം ചെയ്തിട്ടുണ്ട്. സർക്കാരിനെ രൂക്ഷമായി ഇത് പലതരത്തിൽ കാണും. ഒന്ന്, സർക്കാരിനെ വിമർശിക്കുന്നു. സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കോടതി ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഇത് വളരെ എന്താ പറയുക, ഹീനമായ, വളരെ ഭയാനകമായ, ഭീകരമായ ഒരു എന്താ പറയുന്നത് നിഷ്ക്രിയത്വമാണ് എന്നാ പറഞ്ഞത്. നിഷ്ക്രിയത്വമാണ്. അതെ, നിഷ്ക്രിയത്വം. 3.5 കൊല്ലം ഇതിന് മേൽ അടയുന്നത് നിങ്ങൾ നിഷ്ക്രിയത്വമാണ് എന്ന് പറഞ്ഞ കോടതി ഒരു പ്രത്യേക കാര്യം എടുത്തു പറഞ്ഞു. പോക്സോ കേസും റേപ്പ് കേസും പോലും ചുമത്താവുന്ന ചില സാഹചര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് പറഞ്ഞു. അതായത് ഈ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന റിപ്പോർട്ട് കോടതി വായിച്ചപ്പോൾ കോടതി പറയുന്നു, അതിൽ ചില ആരോപണങ്ങൾ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാം, റേപ്പ് രജിസ്റ്റർ ചെയ്യാം എന്നൊരു സർക്കാർ എന്തുകൊണ്ട് അതിന്റെ പരിധിയിൽ വരുന്ന കേസുകളാണ് ഇതെല്ലാം, ചിലതെല്ലാം ഏതോ അതിന്റെ പരിധിയിൽ വരുന്നതാണ്. റേപ്പിന്റെയും പോക്സോയുടെ ഒക്കെ തന്നെ പരിധിയിൽ വരുന്ന നിരവധി കേസുകളുണ്ട് ഇതിൽ. അപ്പൊ എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത്. നിഷ്ക്രിയത്തെ വിമർശിക്കുന്നു. എന്നിട്ട് കോടതി നിർദ്ദേശിച്ചത് എന്താണ്? നിങ്ങൾ വിശദമായി 1 മാസത്തിനകം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ രഹസ്യ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് അവിടെ ക്രൈം ഉണ്ടെങ്കിൽ ആ ക്രൈം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എടുക്കുക. പക്ഷെ കണ്ടീഷൻ ഉണ്ട്. അവിടെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഈ വിധിയെ എനിക്ക് ഇത്രയേറെ തൃപ്തി തോന്നാൻ കാരണം, ക്രൈമിന് എല്ലാ ക്രൈമിനും രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ എല്ലാ പേജിന്റെയും പേരിൽ ക്രൈം എടുക്കേണ്ടി വരും, എല്ലാ സിനിമക്കാരുടെയും പേരിൽ ക്രൈം എടുക്കേണ്ടി വരും. കാരണം ക്രൈം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകന്റെ കഥ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് പരിചയപ്പെട്ട ഒരു അധ്യാപകൻ, കേരള യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ, വിദ്യാർത്ഥികളുമായി വാട്സാപ്പിലൂടെയൊക്കെ ഈ പരീക്ഷ സംബന്ധവും അല്ലാത്തതുമായ സൗഹൃദമുണ്ട്. അധ്യാപകനും സൗഹൃദം ഉണ്ടാകാൻ വിദ്യാർത്ഥികളോട്. അപ്പൊ അവിടെ 2 SFI പിള്ളേരെ കോപ്പി അടിക്ക് പിടിച്ചു അധ്യാപകൻ. കോപ്പി അടിക്ക് പിടിച്ചതോടെ SFI ഭീഷണി മുടക്കി, അധ്യാപകൻ വഴങ്ങിയില്ല. പിന്നെ സംഭവിക്കുന്നത്, ഇങ്ങനെ അധ്യാപകന് പരിചയമുള്ള SFIക്കാരി ഒരു പെൺകുട്ടി അധ്യാപകൻ രാത്രി തനിക്ക് ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. സത്യത്തിൽ അധ്യാപനവുമായി ബന്ധപ്പെട്ട ചാറ്റ് മാത്രമാണ്. ഇതിനിടയിൽ ഒരു ലവ് ഇമോജി ഇട്ടു. ഒരു കാര്യം ഇട്ടപ്പോ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ട് ഒരു ഇമോജി ഉണ്ട്. അപ്പൊ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കേസായി. ഇത് കാഷ് ചെയ്യണമെന്നോ ജാമ്യം വേണമെന്നോ പറഞ്ഞ് ഹൈക്കോടതി ചെന്നു. കോടതി ചോദിച്ചൊരു ചോദ്യം, ഈ രാത്രി 9:30 അധ്യാപകൻ എന്തിനാണ് ലവ് ഇമോജി ഇട്ടെന്നുള്ളത്? കാരണം ആ ഒരു ഭാഗമേ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ. അപ്പം കേസെടുക്കാൻ എന്തും പറ്റും. അതായത് ഈ ഇവിടെ നമ്മൾ കൊണ്ടുപോയി മൊഴി കൊടുത്തിരിക്കുന്ന നടിമാരോ സാങ്കേതിക പ്രവർത്തകരോ അവരുടെ ദുരനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആ ദുരനുഭവം റേപ്പ് ആവാം, അവർ കുട്ടികളായിരുന്നപ്പോൾ അവരോട് ചെയ്യുന്ന പ്രവൃത്തിയാവാം, അല്ലെങ്കിൽ അവരോട് ചോദിച്ച സെക്ഷൽ ഫേവർ ആവാം, അല്ലെങ്കിൽ അവരുടെ വാതിലിൽ മുട്ടിയതാവാം, അല്ലെങ്കിൽ അവർക്ക് അശ്ലീല ചാറ്റ് ഇട്ടതാവാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ, വളരെ അറിയപ്പെടുന്ന ഒരു താരത്തോട്, ഞാനത് പേര് വെളിപ്പെടുത്തുന്നത്, ഞാൻ വിശദമായി സംസാരിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞത്, വലിയൊരു നടന്റെ മകൻ അടക്കം ധാരാളം പേർ തിയേറ്ററുകളിൽ തനിക്ക് ചാറ്റിടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ താൻ അവരുടെ ടോൺ കാണുമ്പോൾ തന്നെ
താൻ അവരെ ബ്ലോക്ക് ചെയ്യും. അതായത് അവരോട് ഇപ്പൊ ഒരു നടൻ ഒരു ചാറ്റ് ഇട്ടു, അവരെന്നോട് പറഞ്ഞു ഒരു നടൻ ഒരു ചാറ്റ് ചെയ്തു, ആ ചാറ്റ് ഒറ്റയ്ക്ക് എടുത്താൽ അതിൽ ഒന്നുമില്ല, ഒരു അശ്ലീലവും ഇല്ല. പക്ഷെ ആ ചാറ്റിന്റെ ഒരു സ്വഭാവം അശ്ലീലം സംസാരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ്. അപ്പം താൻ ഒരു മറുപടി കൊടുത്താൽ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നി അയാളുടെ ഭാര്യ അറിയാതെയാണ് എനിക്ക് മെസ്സേജ് ഇടുന്നത്. പക്ഷെ അയാൾക്ക് ദോഷം ഉണ്ടാക്കാനോ അയാളുടെ ഭാര്യയ്ക്ക് ദോഷം ഉണ്ടാക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത അയാൾ അങ്ങ് ബ്ലോക്ക് ചെയ്തെന്ന് പറയും. അപ്പോ ഇത്തരത്തിൽ ചാറ്റ് ചെയ്താൽ അല്ലെങ്കിൽ സെക്ഷൽ ഫേവർ ചോദിച്ചാൽ ഒക്കെ കേസെടുക്കാം. അപ്പൊ ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ ഈ റിപ്പോർട്ടിൽ കാണും. അപ്പം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ക്രൈം എന്തൊക്കെയുണ്ടോ അതൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എടുക്കാനാണ്, രജിസ്റ്റർ ചെയ്യാനല്ല. അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുക്കുക, അവർ പരിശോധിക്കുക, അങ്ങനെ ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ ലിസ്റ്റ് ചെയ്താൽ ഒരു 100-150 പേർക്കെതിരെയെങ്കിലും പലതരത്തിലുള്ള വകുപ്പുകളിട്ട്, ഞാനീ പറഞ്ഞ പോക്സോയും റേപ്പും അടക്കമുള്ളവരുണ്ടാവാം, അതൊക്കെ രജിസ്റ്റർ ചെയ്തേ മതിയാവും. നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം, പോക്സോയും ഈ പറയുന്ന റേപ്പും ഇങ്ങനെ ഒരു ആരോപണം ഇതിലുണ്ടെങ്കിൽ കാത്തിരിക്കാൻ കഴിയില്ല, കേസെടുത്താൽ മതിയാവും. ബാക്കി കേസുകളിൽ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, ഇവിടെ പരാതിക്കാരി ഇല്ല, ഇവിടെ മൊഴി കൊടുത്തവർ, മൊഴി കൊടുത്ത ആളെ പോലീസ് കാണണം. മൊഴി കൊടുത്ത ആളെ കണ്ടിട്ട് അവർക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം. അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യണ്ട. താല്പര്യമുണ്ട് നല്ല നിർദ്ദേശമാണ്. അതെ, അല്ലെ, പറയൂ. നല്ല നിർദ്ദേശമാണ്. കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നിർദ്ദേശം ഉണ്ടായത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. കാരണം നാളെ ഒരുപക്ഷെ അവർക്ക് അതൊരു വലിയ കുറ്റമായി തോന്നില്ല, അല്ലെങ്കിൽ നാളെ അവർ മാറ്റിപ്പറയില്ലെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്മർദ്ദമൊക്കെ 4 ഭാഗത്തുനിന്നും ഉണ്ടാകാം. അവർ പറയുകയാണ് അവരുടെ ഭാഗത്ത് അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ പ്രൊസീഡറിൻ്റെ കാര്യമില്ല. പക്ഷേ റേപ്പും പിന്നെ മറ്റേ പോക്സോയും മാറ്റി നിർത്തിയാൽ അല്ലാത്ത ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപക്ഷെ അവർക്ക് പരാതി ഇല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാൻ കുഴപ്പമില്ല, പ്രൊസീഡ് ചെയ്യേണ്ട എന്നാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. അവിടെ 2 സവിശേഷതകളുണ്ട്. ഒന്ന്, ഇതാണ് ഞാൻ ഇരുതല മൂർച്ച എന്ന് പറഞ്ഞത്. ഒന്ന്, ഒരു തരത്തിൽ അമ്മയ്ക്കും അതേസമയം WCCക്കും സമ്മർദ്ദം കൊടുക്കുകയാണ് കോടതി വിധി. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അംഗങ്ങളാണ് വില്ലന്മാരായി വരുന്നത്. ഇതുവരെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ വില്ലന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് പരാതിയില്ലാതെ ഞങ്ങൾ എങ്ങനെ കേസെടുക്കുന്നതാണ്. അപ്പൊ കോടതി വ്യക്തമായി പറഞ്ഞു, ഈ കമ്മീഷൻ റിപ്പോർട്ട് പരാതിയായി കണക്കാക്കുക, ഇതാണ് പരാതി, ഇനി പ്രത്യേകിച്ച് പരാതി വേണ്ട. പക്ഷേ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന നടി വീണ്ടും ഒരു പരാതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ആ നടിയെ അല്ലെങ്കിൽ ആ വനിതയെ പോയി കണ്ടിട്ട് അവരോട് പറയുക, നിങ്ങൾ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ഈ മൊഴി അനുസരിച്ച് ഇന്ന ക്രൈം നിലനിൽക്കും, ഞങ്ങൾക്ക് അതെടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇത് പ്രൊസീഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരോട് സർക്കാർ പോലീസിന് പറയാം, 2 കാര്യമാണ്, കമ്മീഷന് കൊടുത്തു, നല്ല കാര്യം, പക്ഷെ പ്രൊസീഡ് ചെയ്താൽ, കേസെടുത്താൽ സഹകരിക്കണം. കാരണം നമ്മുടെ നാട്ടിലെ ഒരു കുഴപ്പം, അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു സിസ്റ്റം കുഴപ്പമല്ല, ജനാധിപത്യത്തിന്റെ ഗുണമാണ്, പ്രതിക്ക് അവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അങ്ങേയറ്റം വരപ്പാം. ഈ പ്രോസിക്യൂഷൻ ആണ് ആരോപണ വിധേയനായാൽ കുറ്റം തെളിയിക്കുന്നത്, പ്രതിയല്ല. ഇപ്പൊ ഞാൻ ഒരാളെ റേപ്പ് ചെയ്തു എന്ന ആരോപണം എന്റെ മേൽ ഉണ്ടായാൽ ഞാൻ റേപ്പ് ചെയ്തു എന്ന് തെളിയിക്കേണ്ട ബാധ്യത, റേപ്പിന് മാത്രം അളവുണ്ടോ തോന്നുന്നു, ഞാൻ ഒരാളെ കൊന്നു, കാരണം റേപ്പ് രഹസ്യമാണല്ലോ, ഞാൻ ഒരാളെ കൊന്നു എന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ കൊന്നു എന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷനാണ്. അല്ലാതെ കൊന്നില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കില്ല. റേപ്പിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. റേപ്പിൽ തെളിവ് വേണ്ട, ഒരു പെണ്ണിന്റെ മൊഴി മതി, പക്ഷേ അത് വ്യാജമാണെന്ന് ആരോപണ വിധേയന തെളിയിക്കാം, രക്ഷപ്പെടാം. പക്ഷെ കൊന്നുവെന്നോ മോഷ്ടിച്ചുവെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രൈം ചുമത്തപ്പെട്ടാൽ ചുമത്തുന്ന പ്രോസിക്യൂഷൻ വേണം ഈ കുറ്റകൃത്യം തെളിയിക്കാൻ, ആരോപണ വിധേയനല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് പ്രൊസീഡ് ചെയ്താൽ ഈ നടിമാർ അല്ലെങ്കിൽ ഇതിലെ യുവതികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അവർ കൂട്ടിൽ കയറി നിൽക്കേണ്ടി വരും, ക്രോസ് വിസ്താരത്തിന് വിധേയമാകേണ്ടി വരും, അവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വരാം. അതിനേക്ക് അതിജീവിക്കാൻ തയ്യാറാണ്, മുമ്പോട്ട് പോകാൻ ഒരുക്കമാണെങ്കിൽ നിങ്ങൾ അത് പറയൂ, അതനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാം എന്ന് പോലീസിന് പറയേണ്ടി വരും. 1. 2, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞാൻ ഉദ്ദേശിച്ചത് സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുക മാത്രമാണ്, അത് ഞങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങളെ വെറുതെ വിടൂ എന്നാണ് ഇവരുടെ നിലപാടെങ്കിൽ
കേസ് എടുക്കുന്നില്ല. പക്ഷേ രാജ്മോഹൻ, അവിടെയാണ് WCCക്ക് സമ്മർദ്ദം കാര്യം വരുന്നത്. അതെ, കാരണം WCC ആണ് ഇതുമായി മുമ്പോട്ട് വന്നത്. കേസെടുക്കാൻ സമയത്ത് WCCയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ WCC പറഞ്ഞ പോലെയുള്ള നടിമാരോ വനിതകളോ അതിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ പിന്നെ WCCക്ക് ഇതിന്റെ പേരിൽ ബഹളം വെക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഉദാഹരണം ഉണ്ടല്ലോ. WCCയുടെ പ്രധാനപ്പെട്ട സാരഥിയായിരുന്ന ഒരു വനിതാ കമ്മിറ്റിയുടെ മുന്നിൽ ചെന്നിട്ട് ഇവിടെ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നുള്ള വിഷയം തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അല്ല, അതുകൊണ്ടാണ് ഈ വിധി ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്നതാണ്. അതായത് പരാതി മേടിക്കാൻ വേണ്ടി പോകണ്ട, പരാതി ഉണ്ടെങ്കിൽ പോലീസിനെ കേസെടുക്കണം. പോക്സോ കേസിലൊന്നും ബാധകമല്ല, പ്രത്യേകം അതിന് പോക്സോ കേസ് എടുക്കാം. ഇത് മാത്രമല്ല, കോടതി പറഞ്ഞ് നിങ്ങൾ 1 മാസത്തിനകം ഇതിന് നടപടിക്രമങ്ങൾ അറിയണം, എന്നാൽ ധൃതി കാട്ടരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് നല്ലതാണ്. കാരണം ഈ പലപ്പോഴും അമിതാവേശം വിനയായി മാറാറുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഒരു സൂപ്പർ സ്റ്റാറിനെ പോയി അങ്ങ് അറസ്റ്റ് ചെയ്തു എന്ന് കരുതുക. കാരണം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏറ്റവും അധികം കുരുക്കുണ്ടാകാൻ പോകുന്നത് ഇപ്പൊ ഈ സൂപ്പർ സ്റ്റാറുകൾ ആരും എല്ലാവരും മാന്യന്മാരായി നിൽക്കുന്നു. ഈ സൂപ്പർ സ്റ്റാറുകൾ ആരും ഇതുവരെ പൂർണ്ണമായും ഇവരുടെ പേരാരും പറഞ്ഞിട്ടില്ല, നിലവിൽ പറഞ്ഞിട്ടില്ല. സൂപ്പർ സ്റ്റാറുകളുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ സൂപ്പർ സ്റ്റാറുകൾ നടിമാരെ സംരക്ഷിച്ചിട്ടുമില്ല. അവരിങ്ങനെ അവിടെയും ഇവിടെയും തൊടാൻ നിൽക്കുക. ഒരു പക്ഷേ ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഏത് പേര് പറയേണ്ട കാര്യം, സൂപ്പർ സ്റ്റാറുകളുടെയും പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഈ പവർ ഗ്രൂപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടി വരും. പവർ ഗ്രൂപ്പിൽ എന്തായാലും സൂപ്പർ സ്റ്റാറുകൾ ഉണ്ട്. ഈ സൂപ്പർ സ്റ്റാറുകളുടെയും പവർ ഗ്രൂപ്പുകളുടെയും ഒക്കെ പേര് ഇതിനകത്ത് ഉണ്ടായിരുന്നവരാണ്. അപ്പൊ നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഇമ്പാക്ട് ഇതിലുണ്ടാവും. അപ്പൊ കോടതി ഇങ്ങനെ ഒരു തടയിട്ടില്ലെങ്കിൽ ഓടിപ്പോയി ഒരു സൂപ്പർ സ്റ്റാറിനെ FIR ഇട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥന് ഷൈൻ ചെയ്യാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാം. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവർ ഷൈൻ ചെയ്യാൻ വേണ്ടി കേസെടുക്കും. ചില പോലീസ് ഓഫീസർമാർക്ക് വലിയ ആഗ്രഹമാണ് പബ്ലിസിറ്റി. വലിയ പബ്ലിസിറ്റി ആണല്ലോ കിട്ടുന്നത് എപ്പോഴും. അതെ, അങ്ങനെ കേസെടുക്കുന്നതിനും കോടതി തടയിട്ടിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ ധൃതി വെക്കരുത്, സാവകാശമേ ചെയ്യാവൂ. എന്നാൽ അന്വേഷണം മുമ്പോട്ട് പോകണം. അന്വേഷണം മുമ്പോട്ട് പോയിട്ട് കൃത്യമായി ഈ പറയുന്ന മൊഴി കൊടുത്തിരിക്കുന്നവർക്ക് ഇതിൽ എന്തെങ്കിലും മുമ്പോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കേസെടുക്കണമെന്ന് പറയുന്നത് വൻമരങ്ങൾക്ക് വലിയ ഭീഷണിയാകും തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വൻമരങ്ങൾ, വൻ സൂപ്പർ സ്റ്റാറുകൾ, അധികാരത്തിലുള്ളവരൊക്കെ ഈ സ്ത്രീയുടെ ഒരു ശരീരത്തെ അവരുടെ ലൈംഗിക തൃഷ്ണയുടെ ഭാഗമാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് വഴങ്ങാത്തവർക്ക് കരിയറില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വഴങ്ങാത്തത് കൊണ്ട് മാത്രം, അവരുടെ താല്പര്യം സംരക്ഷിക്കാത്തത് കൊണ്ട് മാത്രം സിനിമ ഉപേക്ഷിച്ചു പോവേണ്ട പലരും വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇപ്പോൾ വന്നതുപോലെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. ഇവരൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും സൂപ്പർ സ്റ്റാറുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യാം. വൻമരങ്ങൾക്ക് കാറ്റ് വീഴാനുള്ള സാധ്യത ഏറെയാണ്. ഹൈക്കോടതിയുടെ ഒന്നാം തരം ഉത്തരവാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട് വൻമരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇപ്പോൾ മുകേഷിന് ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘം ഹൈക്കോടതി അപ്പീലിന് പോകാനുള്ള തീരുമാനം സർക്കാർ അത് പിന്തിരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വൻമരങ്ങളെ സംരക്ഷിക്കാനായിരിക്കാം ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ ഇനി അങ്ങോട്ടുള്ള ശ്രമങ്ങളെന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. കാരണം ഇത്രയും സ്ത്രീവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സർക്കാർ കേരളം ഭരിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇല്ല, ഞാൻ ഈ പറഞ്ഞ മാതിരി എനിക്ക് പത്രവാർത്തകളെ ഒരു വിശ്വാസമില്ലാത്ത ഒരാളാണ്. ഇപ്പം സർക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഇപ്പൊ പ്രോസിക്യൂഷനാണ് ഒരു നിലപാടെടുക്കേണ്ടത്. അപ്പൊ പലപ്പോഴും മുകേഷിനെ ജാമ്യം കൊടുക്കരുത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുമ്പോൾ അതെന്തോ ഭയങ്കര സംഭവമായി പത്രങ്ങൾ പറയുന്നു. സത്യത്തിൽ പ്രോസിക്യൂഷൻ അങ്ങനെ എടുക്കാൻ പറ്റുമോ? പ്രോസിക്യൂഷൻ ചെന്നിട്ട് മുകേഷ് ജാമ്യം കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ കോടതി തന്നെ ചോദിക്കും നിങ്ങളുടെ പണി എന്താണ്? കാരണം പ്രോസിക്യൂഷന്റെ പണി എന്താണ്? രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കുറ്റകൃത്യത്തിന്റെ പ്രതിയായിരിക്കുന്ന ആളെ അയാളെ ശിക്ഷിക്കാനുള്ള നടപടി എടുക്കാന്നുള്ളതാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതി മുകേഷിന് ജാമ്യം കൊടുക്കുമ്പോൾ ഹൈക്കോടതിയിൽ സർക്കാരിന് പോവാതിരിക്കാൻ കഴിയില്ല, സർക്കാരിനെ എതിർക്കാതിരിക്കാൻ കഴിയില്ല. കാരണം സർക്കാർ എന്ന് പറയണം ജാമ്യം കൊടുക്കരുത്. അതിനപ്പുറത്തേക്കുള്ള ഒരു വെറും സാങ്കേതികമായ ഒരു തടസ്സം മാത്രമല്ല, ഇതൊക്കെ അവരുടെ പ്രയറിലേ ഉള്ളൂ. അടിസ്ഥാനപരമായി പ്രോസിക്യൂഷൻ ഈ പറയുന്ന പ്രതികൾ, അവർക്ക് വേണ്ടപ്പെട്ട പ്രതികൾ ആരാണോ, രഞ്ജിത്ത് ആണെങ്കിലും മുകേഷ് ആണെങ്കിലും, അവർക്ക് ജാമ്യം കിട്ടാനുള്ള പഴുതുകളോടുകൂടി മാത്രമായിരിക്കും
ജാമ്യം കൊടുക്കരുത് എന്ന് പറയുന്നത്. ഉം. ഈ കോടതിയിൽ ചെന്ന് ജാമ്യാപേക്ഷയെ എതിർക്കേണ്ടത് ആരാണ്? പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂട്ടറാണ്. പ്രതി നല്ല വക്കീലിനെ വെച്ചിട്ട് എനിക്ക് ജാമ്യം വേണം എന്ന് പറയുമ്പോൾ ആ വാദത്തിന്റെ മുനയടിക്കുന്ന ഒന്നും പ്രോസിക്യൂഷൻ ഉയർത്തില്ല. ചുമ്മാ ഞങ്ങൾക്ക് ജാമ്യം കൊടുക്കരുത് അല്ലാതെ ഒരു കാര്യവുമില്ല. ഇതൊക്കെ വെറും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കാര്യമാണ്. പിന്നെ ബോധമില്ലാത്ത ചാനലുകൾ വഴിയെ പോകുന്ന വാർത്തകളൊക്കെ എന്തോ സംഭവമാണെന്ന് കൂടെ അത് വലിയ ഗൗരവമൊന്നുമില്ല. ഇവർക്കൊക്കെ ജാമ്യം കിട്ടും. കാരണം ജാമ്യം എന്ന് പറയുന്നത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാജ്മോഹൻ അറിയാം, രാജ്മോഹൻ വൈഫ് വക്കീലാണ്. ഈ 3 വർഷം വരെ തടവ് കിട്ടുന്ന നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ ജാമ്യം എന്ന് പറയുന്നത് പ്രതിയുടെ അക്യൂസ്ഡിന്റെ റൈറ്റ് ആണ്, അവകാശമാണ്. അത് നിഷേധിക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഈ ബെയിലബിൾ ഒഫൻസിൽ ജാമ്യം റൈറ്റ് ആണ്. കോടതിക്ക് ബെയിലബിൾ ഒഫൻസിൽ ഒരാൾക്ക് ജാമ്യം നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ നോൺ ബെയിലബിൾ ഒഫൻസിൽ ജാമ്യം കൊടുക്കരുതേ എന്ന നിയമമില്ല. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. കോടതിക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. കോടതിക്ക് തോന്നുവാണ് ഇവന് ജാമ്യം കൊടുത്താൽ, ഇപ്പൊ റേപ്പ് കേസിൽ ജാമ്യം കൊടുത്താൽ ആ ജാമ്യക്കാരൻ വീണ്ടും പോയി റേപ്പ് ചെയ്യും എന്ന് കോടതിക്ക് സംശയമുണ്ടെങ്കിൽ കൊടുക്കണ്ട. പക്ഷെ അയാൾ ഇങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല, ഇയാൾ റേപ്പ് ചെയ്യത്തില്ല, അത് കോടതിക്ക് തോന്നി കൊടുക്കാം. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ പഴുത്, കോടതിയിൽ വരുന്ന വാദങ്ങൾ നിയമത്തിന്റെ പഴുത് എങ്ങനെ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് ജാമ്യം കിട്ടുന്നത്. ഇപ്പൊ പ്രോസിക്യൂഷൻ അലംഭാവം കാണിച്ചാൽ, ശാന്തത കാണിച്ചാൽ, ഏതവന് ഈ പറയുന്ന സർക്കാർ താല്പര്യമുള്ള എല്ലാവർക്കും ജാമ്യം കിട്ടും. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ പ്രോസിക്യൂഷന്റെ മിടുക്കാണ് ഇതിൽ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് അതൊക്കെ ഗൗനിക്കേണ്ട, അതൊന്നും ഗൗനിക്കേണ്ട. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്ത് വരുന്നത് ഹൈക്കോടതി പക്ഷേ ഈ കേസിൽ അടുത്ത സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. സർക്കാരിന് അനങ്ങാതിരിക്കാൻ കഴിയുന്ന സാഹചര്യം മാറിയിരിക്കും. സർക്കാരിന് 1 മാസത്തിനകം നടപടി ഉണ്ടാവണം, ഇത് പഠിക്കണം, ഇതിൽ ക്രൈം ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ഈ ക്രൈം കണ്ടെത്തി അതിന്റെ പേരിൽ ഈ പരാതിക്കാരിക്ക് മൊഴി കൊടുത്തവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കേസെടുത്തേ മതിയാവുന്ന സാഹചര്യമുണ്ട്. ഇനി മൊഴി കൊടുത്ത ആർക്കും പരാതി ഇല്ലെങ്കിൽ പിന്നെ ചീറ്റിപ്പോയി, പിന്നെ WCCക്ക് വാർന്നെടുക്കാൻ കഴിയില്ല. ഇതാണ് അവസ്ഥ. അല്ല, മാത്രമല്ല ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം അന്വേഷണ സംഘത്തിന് കൊടുക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ പൂർണ്ണമായ റിപ്പോർട്ട് കൊടുക്കാതെയാണ് അന്വേഷണ സംഘത്തെ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. തീർച്ചയായും അവിടെ ഒരു അനക്ഷർ ഉണ്ട്. അനക്ഷർ അടക്കമുള്ളത് കൊടുക്കണം. അനക്ഷറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം മൊഴികളെല്ലാം അതേപടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സജി ചെറിയ പറഞ്ഞ അയാൾ അത് കണ്ടിട്ടില്ലെന്നാ, ആരും കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ കണ്ടില്ലെന്ന് അറിയില്ല. അതുവരെ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ നീക്കമാണ് ഹൈക്കോടതിയുടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് മാത്രമല്ല രാജ്മോഹൻ, കോടതി വിധിയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു സ്ത്രീകളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞത് മറ്റു മേഖലകളിലും ഇത്തരം ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടെങ്കിൽ അവ അന്വേഷിക്കണം, കണ്ടെത്തണം, നടപടിയെടുക്കണം എന്നാണ്. ശ്രദ്ധിച്ചോ? അതെ. മാത്രമല്ല ഇപ്പോൾ രാഷ്ട്രീയ രംഗമുണ്ട്, സാഹിത്യമുണ്ട്, സാംസ്കാരിക മേഖലയുണ്ട്, എല്ലാ മാധ്യമരംഗമുണ്ട്. എല്ലായിടത്തും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ ഈയിടെ ചില വനിതാ നേതാക്കളൊക്കെ ചെറുതായി പുറത്ത് വന്നു തുടങ്ങുന്നുണ്ട്. അവരാരും പേര് വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും തങ്ങൾക്ക് സ്വന്തം പാർട്ടികളിൽ ഏതാണ്ട് ഈ സിനിമയിൽ പറഞ്ഞതുപോലെ കാസ്റ്റിംഗ് കോച്ചിൻ്റെ വേറൊരു പതിപ്പ് അവിടെ അരങ്ങേറുന്നു എന്നാണ് അവർ പറയുന്നത്. അതും സത്യം പറഞ്ഞാൽ അന്വേഷിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ലൈംഗിക ചൂഷണം നടക്കുന്ന ഒരു മേഖല രാഷ്ട്രീയം തന്നെയാണ്. കാരണം പുരുഷ മേധാവിത്യം കൊടികുത്തി വാഴുന്ന ഒരു മേഖല രാഷ്ട്രീയമാണ്. സിനിമയ്ക്ക് പുരുഷന്മാർക്ക് ആധിപത്യമുണ്ടെങ്കിലും നടിമാർ കൂടി ഉണ്ടെങ്കിൽ സിനിമ മുമ്പോട്ട് പോകും. കാമുകൻ മാത്രം വരെ കാമുകിയും വേണം. അത് മാത്രമല്ല, കാമുകനാണ് വീരപരിവേഷമെങ്കിലും, കാമുകനാണ് ആരാധകരെങ്കിലും, കാമുകി എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. നായിക എന്ന് പറയുന്നത് പ്രധാന ഘടകമാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ 98% പുരുഷാധിപത്യമാണ്. CPIM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി അവരുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് ആ വൃന്ദ കാരാട്ടല്ലാതെ ആരെയും എടുത്തിട്ടില്ല. ഒരു ജില്ലാ അതെ, കേരളത്തിൽ ഒതുക്കപ്പെട്ട എത്രയോ വനിതാ നേതാക്കളുണ്ട് കേരളത്തിൽ. എത്ര നേതാക്കൾ, എല്ലാ പാർട്ടികളും. പോട്ടെ, ഒരു CPM വനിത ജില്ലാ സെക്രട്ടറിയായിട്ട് ഒരു CPM വനിതയാക്കിയിട്ടുണ്ട് ഇതുവരെയായിട്ട്? ഇല്ലല്ലോ. ഇല്ല. ആലോചിക്കും. CPIM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി അവിടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരു കോൺഗ്രസ് പിന്നെ DCC പ്രസിഡന്റുമാരെ നിയമിച്ചിട്ടുണ്ട്. കൊല്ലത്ത് സരസ്വതി കുഞ്ഞകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. ബിന്ദു കൃഷ്ണ കൊല്ലത്ത് DCC പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ പലപ്പോഴും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഈ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പല പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കും വലിയ വലിയ പദവികൾ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ CPM അക്കാര്യത്തിലും തികഞ്ഞ പരാജയമാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ
സ്ത്രീകൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ അവർ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഭാഗമാവുകയും അയാളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ പരിശോധിക്കണം. അത് പരിശോധിക്കാൻ വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അവര് പാർട്ടി കമ്മിറ്റി പരിശോധിച്ചിട്ട് പറയും തീവ്രത കുറഞ്ഞ പീഡനമാണ്. ആ തീവ്രത ഉണ്ടോ ഇല്ലയോ എന്ന് അളക്കേണ്ടത് പോലീസാണ്, പാർട്ടിക്കാരൻ. മാത്രമല്ല, പീഡിപ്പിച്ചത് പരാതി കൊടുക്കാൻ പോയ നേതാവിനെതിരെ നടപടി എടുത്തിട്ട് പീഡിപ്പിച്ചവനെ വലിയ പദവിയിലിരുത്തിയ പാർട്ടിയും കൂടെയാണല്ലോ CPM. അതാ പറഞ്ഞു. അപ്പം മാധ്യമ പ്രവർത്തകർക്കിടയിൽ, ചാനൽ പ്രവർത്തകർക്കിടയിൽ, പോലീസുകാർക്കിടയിൽ ഒക്കെ പീഡനം. അപ്പം ആ പീഡനങ്ങളൊക്കെ അന്വേഷിക്കണം എന്നാണ് കോടതി പറഞ്ഞത്. അങ്ങനെ തന്നെ വേണമെന്നാണ്. സ്ത്രീകൾക്ക് ഒട്ടും പ്രാധാന്യമില്ലാത്ത ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടാകണം തന്നെയാണ് എന്റെ വിശ്വാസം. എന്തായാലും രാജ്മോഹൻ, ഹൈക്കോടതി വിധി അതിനിർണായകമായ ഒരു വിധിയാണ്. ഹൈക്കോടതി വിധി സിനിമാ മേഖലയിലെ വലിയ വലിയ വൻമരങ്ങളും കടപുഴകി വീഴാൻ കാരണമാകും. അതുപോലെ തന്നെ അമ്മയെയും അല്ലെങ്കിൽ ഈ പറയുന്ന പീഡകരെയും സംരക്ഷിച്ച സർക്കാരിനും, മാത്രമല്ല ഇതിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ, ഫോളോ അപ്പ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ WCCക്കും ഈ വിധി നിർണായകമാണ്. എന്തായാലും ഈ അടുത്ത കാലത്ത് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഏറ്റവും മികച്ച ഏറ്റവും പ്രായോഗികമായ ഏറ്റവും ഫലപ്രദമായ ഒരു വിധിയായി ഇതിനെ വിലയിരുത്തേണ്ടി വരും, അല്ലേ? തീർച്ചയായും ഇത് വളരെ വളരെ മാതൃകാപരമായൊരു വിധി തന്നെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക്, ഇത് സിനിമാ രംഗത്ത് മാത്രമല്ല, നമുക്ക് മറ്റ് മേഖലകളിലുള്ളവർക്കെല്ലാം ഇത് ബാധകമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകൾ, അത് ഏത് സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ലോകം തിരിച്ചറിയട്ടെ. ജയിൽ അവനെ കാത്തിരിക്കട്ടെ എന്ന് അപേക്ഷിക്കാം. നന്ദി, നമസ്കാരം.